കൂട്ടുകാരെ, ജാനകിയുടെയും അഭിയുടെയും വീട് ഒരു തീപാറും പ്രൊമോ തന്നെയാട്ടോ ഒന്ന് പുറത്തുവിട്ടിരിക്കുന്നത്. നമ്മുടെ അപർണയുടെ ഒരു അവസ്ഥ ഒരു വല്ലാത്തൊരവസ്ഥ തന്നെയാട്ടോ. ഒരു പെണ്ണിനും അങ്ങനെ സംഭവിക്കാതിരിക്കട്ടെ അല്ലേ കൂട്ടുകാരെ. ആ ഒരു മനസ്സിൽ അത്രോ നാൾ ആ ഒരു ദേഷ്യവും വെറുപ്പും കൊണ്ട് നടന്നിരുന്ന ആ ഒരു പയ്യനെ, ആ ഒരു എന്താ പറയുക അമലിനെ പെട്ടെന്നൊരു സാഹചര്യത്തിൽ കെട്ടേണ്ടി വരുന്നൊരവസ്ഥ അത് വളരെ ദയനീയം തന്നെയാണ്. നമ്മുടെ അപർണ ആ ഒരു താലി കെട്ട് കഴിഞ്ഞാൽ ആ ഒരു താലി ഇങ്ങനെ നോക്കി കരയുന്നൊരു രംഗമൊക്കെ നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട് ഇന്നത്തെ എപ്പിസോഡിൽ. നമ്മളെ തന്നെ കരയിപ്പിക്കുന്ന ഒരു രംഗം തന്നെയാട്ടോ. അപ്പോൾ ഇവരുടെ ആ ഒരു കറക്റ്റ് താലി കെട്ടുന്ന നേരത്താണ് നമ്മുടെ അജയ് വരുന്നത്. അപ്പോൾ അജയ്ക്ക് ഒന്നും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ. അജയ് തിരികെ നിരഞ്ജനയുടെ അടുത്ത് പോയി നിരഞ്ജനയ്ക്ക് താലി കെട്ടി കൊടുക്കുന്നുണ്ട്. അതാട്ട് ഇന്നത്തെ പ്രൊമോയുടെ മെയിൻ ഹൈലൈറ്റ്. നിരഞ്ജനയെ എന്താ പറയുക ഭാര്യയാക്കി നമ്മുടെ അജയ്. അതിനുശേഷം നമ്മുടെ അപർണയുടെ താലികെട്ടും പരിപാടിയൊക്കെ കഴിഞ്ഞിട്ട് നമ്മുടെ അളകാപുരിയിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പ് നമ്മുടെ നിരഞ്ജനയും അജയും കാണാൻ വേണ്ടി ഹോസ്പിറ്റലിൽ വരുന്നുണ്ട് പ്രേക്ഷകരെ. അവിടെ വെച്ചാണ് നമ്മുടെ തീപാറും രംഗങ്ങൾ തന്നെയാട്ടോ. നമ്മുടെ അപർണ നമ്മുടെ അജയ് വിളിച്ചിട്ട് അജയ് അപ്പം ഇങ്ങനെ അന്തമിട്ട പോലെ നോക്കുന്നുണ്ടേ ഇവിടെയോ എന്നുള്ള രീതിയിൽ. അപ്പോൾ അപർണ ചോദിക്കുന്നുണ്ട്, നീ എന്താ ഇങ്ങനെ? ഞാൻ അപർണ തന്നെ, എനിക്കൊരു മാറ്റവുമില്ല. അളകാപുരിയിൽ കയറുന്നതിന് മുമ്പ് എനിക്ക് നിരഞ്ജനയും ഒന്ന് കാണണം, എൻ്റെ കൂടെ അജയും മന്നം എന്നും പറഞ്ഞ് തറപ്പിച്ച് പറഞ്ഞിട്ട് നമ്മുടെ അപർണ നമ്മുടെ നിരഞ്ജനയുടെ അടുത്തോട്ട് പോകുന്നൊരു രംഗമാട്ടോ നമുക്ക് പ്രൊമോയിൽ കാണുവാൻ സാധിക്കുന്നത്. എന്തായിരിക്കും നിരഞ്ജനയുടെ അടുത്ത് നമ്മുടെ അപർണ പറയാൻ പോകുന്നത്? ഇനി നിരഞ്ജനയാകുമോ നമ്മുടെ അപർണയുടെ ആദ്യ മുഖ്യ ശത്രു? ജാനകിക്കൊപ്പമുള്ളൊരു ശത്രു തന്നെ ആയിരിക്കുമോ നിരഞ്ജന? കണ്ടു തന്നെ അറിയണം പ്രേക്ഷകരെ. നമ്മുടെ അജയോടും നിരഞ്ജനയോടും ഒക്കെ നമ്മുടെ അപർണയുടെ ഒരു പെരുമാറ്റം എങ്ങനെയായിരിക്കും? അതൊന്നും പോരാഞ്ഞിട്ട് നമ്മുടെ ഭർത്താവായിട്ട് നിൽക്കുന്ന പാവം അമലിൻ്റെ അവസ്ഥ എന്തായിരിക്കും? അമലിന് ആ ഒരു മുറിയിൽ താമസിക്കാൻ അപർണയോടൊപ്പം താമസിക്കാൻ തന്നെ കഴിയുമോ എന്നുള്ള കാര്യം പോലും നമുക്ക് സംശയമാണ്. എന്തായാലും അളകാപുരിയിൽ ഇനി എന്താ പറയുക സമാധാനം കെട്ട ദിവസങ്ങൾ തന്നെയാട്ടോ വരാൻ പോകുന്നത്. നമുക്ക് കാത്തിരുന്ന് തന്നെ കാണാം എന്തൊക്കെയായിരിക്കും നടക്കാൻ പോകുന്നതെന്ന് അറിയാനായിട്ട്. അപ്പോൾ ഇതുപോലുള്ള പ്രൊമോ റിവ്യൂസിനും എപ്പിസോഡ് റിവ്യൂസിനും ഒക്കെ നിങ്ങൾ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു വീഡിയോയുമായി വരുന്നത് വരയ്ക്കും ഗുഡ് ബൈ.